വിശ്വാസത്തിന്റെ തികവിൽ കർത്താവിനോട് ചേർന്ന് നിന്ന് ഈ നോമ്പിന്റെ ദിനങ്ങളെ ധന്യമാക്കി തീർക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. ദീർഘദർശിയായ മോശ പിച്ചള സർപ്പത്തെ മരുഭൂമിയിൽ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. എവിടെയാണ് മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടത്? ഒന്ന്, വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിൽ ദൈവപുത്രൻ ഉയർത്തപ്പെടണം. മോശ മറ്റുള്ളവരെ പോലെ തന്നെ തന്റെ ജീവിതത്തിൽ യഹോവയെ ഉയർത്തി കാണിച്ചു. ലോകത്തിന്റെ രക്ഷകനായ ക്രിസ്തുവിനെ ഉയർത്തി കാണിച്ചു. രക്ഷയുടെ മുൻകുറിയായി ആ പിച്ചള സർപ്പം നമ്മുടെ ഹൃദയത്തിന്റെ ഭിത്തികളിൽ പതിഞ്ഞിരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ആ പിച്ചള സർപ്പമാകുന്ന കർത്താവിങ്കിലേക്ക് നോക്കാൻ, രക്ഷയുടെ പ്രതീകമായ കർത്താവിങ്കിലേക്ക് നോക്കുവാൻ ഈ നോമ്പുകാലത്ത് നമുക്ക് സാധിക്കണം. രണ്ടാമത്, ജീവിതത്തിന്റെ മരുഭൂമിയിൽ